ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സങ്കടം അഭിനയിച്ചുകൊണ്ട് ദുർഗ മഞ്ജുവിൻ്റെ അടുത്തെത്തിയിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ നിന്നിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും വരുമായിരുന്നില്ല. ആ ലക്ഷ്മിയെ കാണുന്നത് തന്നെ ഐശ്വര്യക്കേടാണെന്നെല്ലാം പറയുമ്പോൾ ഇത് കണ്ണേട്ടനെ കൊണ്ട് അമ്മയ്ക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? ഏട്ടത്തി വന്നത് ഏട്ടൻ്റെ ഭാഗ്യമാണെന്നാണ് ഏട്ടൻ പറയുന്നത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എന്താ ഐശ്വര്യം? അവൾ നിർബന്ധിച്ച് ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് നിൻ്റെ ഏട്ടനെ കൊണ്ടുപോകുന്നില്ലേ, എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് കരുണ ചോദിക്കുമ്പോൾ ഇനി ആ മലയ്ക്ക് പോയവന് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ദുർഗ പറയുമ്പോൾ എന്ത് സംഭവിക്കാൻ, ഏട്ടനെ അമ്മ പ്രാഗി കൊന്നു എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അയ്യോ മോളെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം എന്നെല്ലാം മഞ്ജു പറയുന്നതും ഇനി മഞ്ജുവിനോട് ഒന്നും പറയണ്ട അമ്മേ, ആ മഹാലക്ഷ്മി ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും ഇവളുടെ തലയിൽ കയറില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ഏട്ടത്തിയുടെയല്ല നിങ്ങളുടെ മനസ്സിലാണ് വിഷം, ഇനിയെങ്കിലും ഏട്ടനെയും ഏട്ടത്തിയെയും ദ്രോഹിക്കാൻ ശ്രമിക്കാതെ അവരെ സ്നേഹിക്കാൻ പഠിക്കുക, എങ്കിൽ അധികം തിരിച്ചടികളൊന്നും കൂടാതെ മനസ്സമാധാനമായിട്ട് ജീവിക്കാം. അതിൻ്റെ വില ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചു കഴിഞ്ഞു എന്നും പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ശേഷം കരുണ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ മഞ്ജുവിൻ്റെ കുഞ്ഞു പോയി അമ്മേ. ഇനി ഞാൻ കാത്തിരിക്കുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ബോഡിക്ക് മുൻപിൽ വാവിട്ട് കരയുന്ന ലക്ഷ്മിയെ കാണാനാണെന്ന് പറയുമ്പോൾ എന്തായാലും അവൻ്റെ ബോഡി വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്കിത് എന്തായാലും ഒന്ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗയും കരുണയും പോയതിന് ശേഷം മഞ്ജു പറയുന്നുണ്ട്, അവരുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഏട്ടത്തി, വഴിക്ക് വെച്ച് കണ്ണേട്ടനെ അപായപ്പെടുത്താനായിട്ട് ആരോ ശ്രമിച്ചിരുന്നു. എൻ്റെ അമ്മയും അതിനെക്കുറിച്ച് അറിയാം, അതുകൊണ്ടാണ് മലയ്ക്ക് പോയവന് ഒന്നും സംഭവിക്കരുത് എന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നതെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അത് പിന്നെ പറയാനുണ്ടോ മഞ്ജു, അവർ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ ആയിട്ടല്ലേ എനിക്കും കണ്ണേട്ടനും നേരെ തിരിഞ്ഞിരിക്കുന്നത്, കണ്ണേട്ടൻ്റെ സ്വത്തല്ലേ എല്ലാവരുടെയും ലക്ഷ്യം, എന്തായാലും അവർക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് പറ്റിക്കാൻ സാധിച്ചല്ലോ, നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവും മഹിയും കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും തിരിച്ച് നാട്ടിലെത്തുന്നു. അപ്പോൾ മാർക്കോയുടെയും ലോപ്പസിൻ്റെയും ബൈക്ക് പാർക്ക് ചെയ്യുന്നിടത്താണ് കണ്ണനെ അവർ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് മാർക്കോ പ്രത്യേകം പറയുന്നുണ്ട്, അവിടെ ഇപ്പോൾ കണ്ണൻ സാറിൻ്റെ തറവാട്ടിൽ കേക്ക് മുറിയും പായസമൊക്കെ വെച്ച് അവർ നമ്മുടെ മരണം ആഘോഷമാക്കുമായിരിക്കും. ഇനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഗറിനെ തീർക്കാനായിരിക്കും മേഘൻ്റെ അടുത്ത ശ്രമം. അങ്ങനെ അവർ എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് വേണം കണ്ണൻ സാറ് മഹാലക്ഷ്മിയും തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ. പിന്നെ സാറ് നടന്നു തുടങ്ങി എന്നുള്ള കാര്യം കുറച്ചുകൂടി കഴിയാതെ അവരാരും അറിയാൻ പാടില്ല. സാറിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിയുന്നവർ സാറിൻ്റെ കാലിന് സ്വാധീനം കിട്ടുകയും എന്നുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇരട്ടി ഷോക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോയും ലോപ്പസും ആണെങ്കിൽ കണ്ണനോടും സാഗറിനോടും യാത്ര പറഞ്ഞു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മേഘൻ കമലേശ്വരത്ത് എത്താണ്. അപ്പോൾ മേഘനെ കാണുന്നതും ആദ്യം തന്നെ കരുണ മേഘന് നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. മേഘേട്ടനോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്, ഞങ്ങൾ മഞ്ജുവിനെ കാണാൻ പോയിരുന്നു, അവളുടെ കുഞ്ഞിനെ നാമ്പെടുക്കുന്നത് തന്നെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു മേഘേട്ട. ഇനി ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഗറും കൂടി പോയി കഴിഞ്ഞാൽ അവൾ പിന്നെ മേഘേട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നവരെയൊക്കെ മാനസികമായിട്ട് തളരണം, അവരൊക്കെ ദുർബലരാവണമെന്ന് പറയുന്നുണ്ട് മേഘൻ. ഇതേ സമയം ദുർഗ പറയുന്നുണ്ട്, ഇനി നീയും ഉണ്ണിയും ചേർന്ന് വേണം കമലേശ്വരം ഈ തറവാടും ബിസിനസ്സും ഒക്കെ ഭരിക്കാൻ വേണ്ടിയിട്ട്. മഹാലക്ഷ്മി അവളെ നമുക്കൊരു മൂലയിലേക്ക് ഇരുത്താം എന്നെല്ലാം ദുർഗ പറയുമ്പോൾ കണ്ണൻ പോയ വേദനയിൽ അവളും അധികം വൈകാതെ ജീവനും ഒടുക്കിക്കോളും അമ്മേ, അതുകൊണ്ട് തന്നെ അവളെ നമുക്കൊന്നും ചെയ്യേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട് കരുണ. തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത, രണ്ട് സന്തോഷങ്ങളാണ് നമ്മളെ തേടി വന്നിരിക്കുന്നത്. ഒന്ന് മഞ്ജുവിൻ്റെ കുഞ്ഞു പോയി, അതുമാത്രമല്ല കണ്ണനോടൊപ്പം മാർക്കോയും ഇല്ലാതായി. ഈ ഒരു രണ്ട് സന്തോഷ വാർത്തകളും നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ ഒന്ന് ആഘോഷിക്കാം. പിന്നെ നമ്മൾ വലിയ രീതിയിലൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്ത് പറയും, അതുകൊണ്ട് എല്ലാത്തിനെയും ചൂടൊന്ന് ആഘോഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡായിട്ട് തന്നെ ഇത് ആഘോഷിക്കണമെന്ന് മേഘൻ പറയുന്നുണ്ട് കേട്ടോ. എല്ലാം നിൻ്റെ ഇഷ്ടം എന്ന് ദുർഗയും പറയുന്നു. ഇതേ സമയം ഉണ്ണി അവിടേക്ക് വരുമ്പോൾ ഉണ്ണിയോടായിട്ട് മേഘൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉണ്ണി കണ്ണൻ്റെ ഡെഡ് ബോഡി വന്ന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഫിനാൻസിയേഴ്സിൻ്റെയും കൺസ്ട്രക്ഷൻ കമ്പനിയുടെയൊക്കെ ചുമതല ഏറ്റെടുക്കണം, ഞാൻ ജ്വല്ലറി ഭരിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അവളുടെ ആ ക്യാബിനിലൊന്ന് ഇരിക്കണം,
കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MDയുടെ ഭാര്യയായിട്ട് ഇരിക്കണമെന്നെല്ലാം കരുണ പറയുമ്പോൾ ഒക്കെ നടക്കും മോളെ എന്ന് പറയുന്നുണ്ട് മേഘൻ. പിന്നീട് കാണിക്കുന്നത് കണ്ണനും സാഗറും മഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് മഹിയോടും മഞ്ജുവിനോടും യാത്രയിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കുറച്ച് കുണ്ടകൾ കൊല്ലാൻ വന്ന കാര്യങ്ങളെല്ലാം കണ്ണനും സാഗറും കൂടി മഞ്ജുവിനോടും മഹിയോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോയാണ് രക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളും പറയുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ കണ്ണൻ്റെ ആ മുടന്തൊക്കെ മാറി ഇപ്പോൾ നന്നായിട്ട് തന്നെ നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം മഹിയെ വല്ലാതെ തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മഹിയും പറയുന്നുണ്ട് കണ്ണേട്ടനും മാർക്കോയും ജീവനോടെ ഇല്ല എന്ന് കരുതി പ്രതാപനും അയാളുടെ അമ്മയും ഒക്കെ പായസം വെച്ച് ആഘോഷിക്കുകയാണെന്ന് അമ്മ പറഞ്ഞു. മേഘൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. ഇത്തവണ നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല കണ്ണേട്ടാ. ഇത് എത്രാമത്തെ തവണയായി കണ്ണേട്ടനെയും എന്നെയും മാറി മാറി അവർ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണേട്ടൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് നടക്കുന്നു. ഇത് ഇനി ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കണ്ണേട്ടൻ്റെ വില എന്താണെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അതിന് അവരെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കണം. കരുണ എൻ്റെ അനിയത്തിയാണ്. ഉണ്ണിയും അമ്മയും ആണെങ്കിൽ കണ്ണേട്ടൻ്റെ അമ്മയും സഹോദരനുമാണ്. അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നത്. ഇനി നമ്മൾ ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ണേട്ടാ. അവരിനി കമലേശ്വരം തറവാട്ടിൽ വേണ്ട എന്ന് മഹി ഒരു തീരുമാനം പറയുമ്പോൾ മഞ്ജുവും മഹിയുടെ ആ ഒരു അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. ഏട്ടത്തി പറഞ്ഞത് ശരിയാണ് കണ്ണേട്ടാ. ഇത്തവണ കണ്ണേട്ടൻ അവരെ തറവാട്ടിൽ നിന്നും പുറത്താക്കണം. എങ്കിലേ ഏട്ടൻ്റെയും വില എന്താണെന്ന് അവർക്ക് മനസ്സിലാകൂ. ചെയ്ത തെറ്റ് എന്താണെന്ന് കുറച്ചെങ്കിലും അവർക്ക് ബോധ്യമാകൂ എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ കണ്ണേട്ടൻ അവരെ തറവാട്ടിൽ നിന്നും ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടനും അമ്മയും കരുണേട്ടത്തിയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. അവിടെ എത്തുമ്പോഴേ കരുണേട്ടത്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഉണ്ണിയേട്ടനും അമ്മയും തിരിച്ചറിയൂ. അപ്പോഴേ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കൂ എന്നും മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജുവിൻ്റെയും മഹിയുടെയും സാഗറിൻ്റെയും ഒക്കെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ കണ്ണനും ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഇത്തവണ. ഇതേ സമയം കമലേശ്വരത്താണെങ്കിൽ എല്ലാവരും കണ്ണൻ്റെയും മാർക്കോയുടെയും മരണം ചെറിയ രീതിയിൽ ആഘോഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ അവരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് മാർക്കോ പറഞ്ഞത് പ്രകാരം മഹാലക്ഷ്മിയും കണ്ണനും തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ അവരെ കണ്ട് ശരിക്കും ഇവർക്ക് അത് സ്വപ്നമാണോ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം കണ്ണനും മാർക്കോയും മരിച്ചു എന്ന് തന്നെ അത്രയ്ക്ക് ആഴത്തിൽ തന്നെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ണൻ ജീവനോടെ തിരിച്ചു വന്നത് കരുണയെ സംബന്ധിച്ച് ശരിക്കും മരിച്ചതിന് തുല്യം തന്നെയാണ്. അതുമാത്രമല്ല കണ്ണൻ ആ ഒരു നിർണായക നീക്കവും ഈ ഒരു തവണ എടുക്കുന്നുണ്ട്. അതായത് ഇനി എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എതിരെ നിങ്ങൾ ഒരു ചെറുവില്ലിന് പോലും അനക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ തറവാട്ടിൽ നിന്നും ഇറങ്ങി പോകണം എന്നുള്ളൊരു കാര്യവും കണ്ണൻ അവിടെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്